നൈജീരിയയുടെ ഇക്കണോമിക്കൽ സോണിൽ വെച്ചിട്ടാണ് ഈ സംഭവം ആദ്യം നടക്കുന്നത്. ഓഗസ്റ്റ് 8-ാം തീയതി 12-ാം തീയതിയാണ് ഗിനിയുടെ ഷിപ്പ് നമ്മൾ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗിനിയിൽ നമ്മളെ 3 മാസം അവർ ഡീറ്റെയിൻ ചെയ്ത് വെച്ചു, ഷിപ്പിലുള്ള ക്രൂവിനെയും. ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് IJCയിൽ പോയിട്ട് പിന്നെയും അഡ്വൈസ് എടുത്തതിന് ശേഷമാണ് ഈ ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നത്. Equatorial Guinea bears responsibility for the injury caused by its internationally wrongful act, including the mistreatment of the crew and the procedural injustices. അവരെ തിരിച്ചു കൊണ്ടുപോയ സമയത്ത് അവരെ എല്ലാവരും കൂടി ഒരു റൂമിലിട്ട് പൂട്ടി വെള്ളം പോലും കൊടുക്കാതെ 26 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവർ ആ റൂമിൽ പുറത്തിറങ്ങുന്നത്. അന്ന് എല്ലാവരും കക്കൂസിലെ വെള്ളം കുടിച്ചു. അതുകൊണ്ട് എല്ലാവർക്കും മലേറിയ പിടിച്ചു. ടൈഫോയിഡ്, എല്ലാവർക്കും ടൈഫോയിഡ് പിടിച്ചു. ബുദ്ധിമുട്ടിയല്ലാതെ ശരിക്കും ആരും മരിക്കാതിരുന്നത് ഭയങ്കര ഭാഗ്യമായി. ഗിനിയിൽ ചെന്ന് 1-ാമത്തെ ദിവസം തന്നെ ഷിപ്പ് പരിശോധിക്കുകയും ഷിപ്പിൻ്റെ അത് ക്രൂഡ് ഓയിൽ ഇല്ലയെന്ന് മനസ്സിലാക്കുകയും അന്ന് തന്നെ വേണമെങ്കിൽ റിലീസ് ചെയ്യായിരുന്നു. പക്ഷേ അവർ ഡെലിബറേറ്റ്ലി 3 മാസം ഈവൻ ആ 2 ലക്ഷം യൂറോ പേ ചെയ്തതിന് ശേഷവും അവർ ഷിപ്പിനെയും ക്രൂവിനെയും അവിടെ വെച്ചു. ക്ലോസിൽ എഴുതി കൊടുത്തതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഇവന്മാർ പൈററ്റ്സ് ആണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഇത് പൈററ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മദർഷിപ്പാണെന്ന് വിചാരിച്ചു. എണ്ണ ആക്കാൻ പോയിട്ടാണോ നിങ്ങൾ ഇത്രയും സങ്കടം പറയുന്നത്, അങ്ങനെ തന്നെ വരണമെന്നൊക്കെ പറഞ്ഞു. എൻ്റെ വീട് വയനാട്ടിലാണ്. അപ്പോൾ അമ്മേനെ കള്ളൻ്റെ അമ്മന്ന് വിളിച്ചു. സത്യം എന്താണെന്ന് അറിയാതെ നമുക്കെതിരെ കുറ്റം ആരോപിക്കാതെ ഇവിടെ കൂടെ നിന്നായിരുന്നെങ്കിൽ അത് കഴിഞ്ഞ് കുറ്റക്കാരനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ കല്ലെറിഞ്ഞ ഒരു കുഴപ്പമില്ല, കല്ലെറിഞ്ഞോ. പക്ഷെ കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് കല്ലെറിഞ്ഞ് കഴിയുമ്പം അതും നമ്മൾ പ്രിയപ്പെട്ടവരെന്ന് കരുതുന്നവരൊക്കെ അങ്ങനെ ചെയ്യുമ്പം അത് വളരെ വിഷമമുണ്ടാകും. നമസ്കാരം. ആഫ്രിക്കൻ രാജ്യമായ ഇക്വറ്റോറിയൽ ഗിനിയിൽ ക്രൂഡ് ഓയിൽ മോഷണം ആരോപിച്ചുകൊണ്ട് 2022 3 മലയാളി ജീവനക്കാർ ഉൾപ്പെടെ ഉണ്ടായിരുന്ന കപ്പൽ തടഞ്ഞുവെച്ച സംഭവത്തിൽ കപ്പൽ കമ്പനിക്ക് അനുകൂലമായ വിധി വന്നിരിക്കുകയാണ്. ഗിനിയുടെ നടപടി തെറ്റാണെന്നും മാർഷൽ ദ്വീപിലെ കപ്പൽ കമ്പനിക്ക് ഏകദേശം 110 കോടിയിലേറെ രൂപ നഷ്ടപരിഹാരം നൽകാനും ജർമ്മനിയിലെ ഇന്റർനാഷണൽ ട്രൈബ്യൂണൽ ഫോർ ലോ ഓഫ് ദ സീ ആണ് വിധിച്ചത്. ജീവനക്കാർക്കുള്ള നഷ്ടപരിഹാരം ഉൾപ്പെടെയാണ് ഈ തുക. രാജ്യങ്ങൾ തമ്മിലാണ് കേസ് നടന്നത്. ക്രൂഡ് ഓയിൽ മോഷണം ആരോപിച്ച് ഓയിൽ ടാങ്കർ MD ഹീറോയിക് ഇഡുൻ തടഞ്ഞു വെച്ചപ്പോൾ 3 മലയാളികൾ ഉൾപ്പെടെ 26 ജീവനക്കാരുണ്ടായിരുന്നു. 3 മാസം ഗിനിയിലും തുടർന്ന് 8 മാസം നൈജീരിയയിലും ഇവർ കഴിയേണ്ടി വന്നു. നയതന്ത്ര തലത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്തിയതിനെ തുടർന്നാണ് ഇവരെ അന്ന് മോചിപ്പിച്ചത്. എന്തായാലും വലിയ രീതിയിൽ ആരോപണം നേരിടേണ്ടി വന്നവരാണ് ഈ കപ്പൽ ജീവനക്കാർ. കപ്പലിലെ ചീഫ് ഓഫീസറായിരുന്ന ക്യാപ്റ്റൻ സനു ജോസ് മറുനാടൊപ്പം ചേരുകയാണ്. ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെയാണ് അവർ കടന്നുപോയത്? ഒടുവിൽ ഈ വിധി വരുമ്പോൾ എന്താണ് പറയാനുള്ളത്? അതായത് നമ്മുടെ കപ്പലിൻ്റെ ഇൻസിഡൻറ്റ് നടക്കുന്നത് ഗിനിയിലാണ്. ഓഗസ്റ്റ് 8-ാം തീയതി ആണ് നൈജീരിയയുടെ ഇക്കണോമിക്കൽ സോണിൽ വെച്ചിട്ടാണ് ഈ സംഭവം ആദ്യം നടക്കുന്നത്. ഓഗസ്റ്റ് 8-ാം തീയതി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഗിനിയിലേക്ക് പോയി. ഗിനിയിൽ 12-ാം തീയതിയാണ് ഗിനിയുടെ ഷിപ്പ് നമ്മൾ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗിനിയിൽ നമ്മളെ 3 മാസം അവർ ഡീറ്റെയിൻ ചെയ്ത് വെച്ചു, ഷിപ്പിലുള്ള ക്രൂവിനെയും. അത് കഴിഞ്ഞ് നമ്മുടെ ഇന്ന് ഫൈൻ വാങ്ങിച്ചിട്ട് അവർ ഷിപ്പും ക്രൂവിനെയും കൂടി നൈജീരിയയിലേക്ക് എക്സ്ട്രഡിറ്റ് ചെയ്തു. അവർ തമ്മിലൊരു എക്സ്ട്രഡിഷൻ ട്രീറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ ഷിപ്പിനെ അങ്ങോട്ട് 2 മില്യൺ യൂറോ ഫൈൻ വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് റിലീസ് ചെയ്യുന്നത്. കാരണം ഇൻവെസ്റ്റിഗേഷൻ ഗിനിയെ വെച്ച് തീർന്നായിരുന്നു. ബട്ട് അവിടുത്തെ പൊളിറ്റിക്കൽ പ്രഷർ കാരണം പിന്നെ നൈജീരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് നമ്മൾ ഇന്റർനാഷണൽ ട്രിബ്യൂണൽ ഫോർ ലോ ഓഫ് സീ ജർമ്മനിയിലാണ് നമ്മളവിടെ കേസ് ഷിപ്പിൻ്റെ ഷിപ്പിൻ്റെ രജിസ്ട്രി മാർഷൽ ലയൻസ് ഫ്ലാഗ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് ഗിനിയിൽ നൈജീരിയയിൽ 7 മാസം ഹൈക്കോടതി പ്രൊസീഡിങ്സ് എല്ലാം കഴിഞ്ഞ് അവിടെ പ്ലീ ബാർഗൈൻ വഴിയാണ് ഞങ്ങൾ കേസ് അവിടെ റിസോൾവ് ചെയ്തത്. അതിനുശേഷം കേപ്പ് ടൗണിൽ ഷിപ്പിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇക്ലോസിലേക്കുള്ള ഞങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം കൊടുത്തിട്ടാണ് ഞങ്ങൾ വന്നത്. ഇത് നടക്കുന്നത് 2023 ജൂണിലാണ്. അതിനുശേഷം ഇത്രയും നാളുകൾ ഇക്വറ്റോറിയൽ ഗിനിയും മാർഷൽ ഐലൻഡ്സും ബൈ റിട്ടേൺ അവർക്ക് കൊടുക്കാനുള്ള അവരുടെ ഫോർമാലിറ്റീസ് എല്ലാം, അതായത് മാർഷൽ ഐലൻഡ്സ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും, ഇന്ന കാര്യങ്ങൾ വയലേറ്റ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഗിനിയ ബൈ റിട്ടേൺ കൊടുത്തു. പിന്നെ അതിൻ്റെ ഫിസിക്കൽ പ്രൊസീഡിങ്സ് നടക്കുന്നത് കഴിഞ്ഞ ഒക്ടോബർ 2025 കഴിഞ്ഞ ഒക്ടോബർ 25 ഞാനും പോയായിരുന്നു, ഹാംബർഗിൽ പോയായിരുന്നു. അപ്പോൾ അവിടെ എൻ്റെ വിറ്റ്നസ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് പോയായിരുന്നു. അപ്പം അത് കഴിഞ്ഞ്
ഇക്വറ്റോറിയൽ ഗിനിയ പിന്നെയും ഇറ്റ്ലോസിന് ഈ കേസിൽ ഉള്ള ജൂറിസ്ഡിക്ഷനെ പറ്റിയിട്ട് പിന്നെയും കൺസേൺ പറഞ്ഞു കഴിഞ്ഞപ്പം ഇറ്റ്ലോസ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് IJCയിൽ പോയിട്ട് പിന്നെയും അഡ്വൈസ് എടുത്തതിന് ശേഷമാണ് ഈ ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റ് വന്നിരിക്കുന്നത്. 206 പേജുകളുള്ള വിധിയാണ്, വളരെ നീളം, അതായത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്സ് ടേക്കൺ ബൈ ദ ഷിപ്സ് ക്രൂ, അതുപോലെ ഗിനിയൻ അതോറിറ്റി എടുത്തിരിക്കുന്ന സ്റ്റെപ്സ് എല്ലാം പറഞ്ഞുകൊണ്ടുള്ള വിധിയാണ് 27-ാം തീയതി വന്നിരിക്കുന്നത്. എന്താണ് അതിൽ പറയുന്നത്? അതിനകത്ത് നമ്മൾ ഷിപ്പിൻ്റെ ക്രൂ, ഞങ്ങൾ ഗിനിയയുടെ നേവിയുടെ ഷിപ്പ് വന്ന് നമ്മൾ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 180 മൈൽ ദൂരെയായിരുന്നു. 180 മൈൽ ദൂരം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു രാജ്യത്തിൻ്റെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു നമ്മുടെ അതിർത്തി തീരത്ത് നിന്ന് 12 മൈൽ ദൂരെയാണ്, 12 നോട്ടിക്കൽ മൈൽസ്. അത് ഒരു രാജ്യത്തിന് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ രാജ്യത്തിനും സെയിം ബാധകമാണ്. ഈ നിയമങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത് യുണൈറ്റഡ് നേഷൻസ് ലോ ഓഫ് സീ, അൺക്ലോസ് എന്ന് പറയും. അത് എല്ലാ രാജ്യങ്ങളും സിഗ്നേറ്ററി ആയിട്ടുള്ള ഒരു ലോയാണ്. അപ്പോൾ അത് പ്രകാരം 12 മൈൽ വരെയാണ് ജൂറിസ്ഡിക്ഷൻ ഉള്ളത്. 180 മൈൽസ്. അപ്പോൾ അന്ന് അവർ വന്ന സമയത്ത് ഞങ്ങൾ 180 മൈൽ ദൂരെയായിരുന്നു. അവിടെ ഞങ്ങൾ ഷിപ്പ് സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. നൈജീരിയയിൽ നിന്ന് ഓടിയ ഓട്ടമായിരുന്നു. അവിടെ ഷിപ്പ് സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ ഷിപ്പിനെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള ചില കാരണങ്ങളുണ്ട്. അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻ കേസ് ഞങ്ങൾ അവിടെ അവരുടെ മണ്ണിൻ്റെ അടിയിലുള്ള ക്രൂഡ് ഓയിൽ അതെന്തെങ്കിലും ഇല്ലീഗലി എടുക്കാനായിട്ട് നോക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ എന്തെങ്കിലും ഓയിൽ പൊല്യൂഷൻ നടത്തുമായിരിക്കണം. അതായത് വില്ലിംഗ്ലി ഞങ്ങൾ ആ ഷിപ്പിൽ നിന്ന് എന്തെങ്കിലും പമ്പ് ഔട്ട് ചെയ്യുക, അങ്ങനത്തെ എന്തെങ്കിലും, അതായത് അവരുടെ ഇക്കോണമീനെ, ഇക്കണോമിക് സോണാണത്, EEZ എന്നാണ് പറയുന്നത്. EEZൻ്റെ അകത്ത് ഞങ്ങൾ എന്തെങ്കിലും ഡാമേജ് നടത്തുവാണെങ്കിൽ മാത്രമാണ് ശരിക്കും ഞങ്ങളെ അൺക്ലോസ് പ്രകാരം അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യമുള്ളൂ. പക്ഷേ ഞങ്ങൾ അവിടെ എക്സസൈസ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീഡം ഓഫ് നാവിഗേഷൻ ആസ് പെർ അൺക്ലോസ് പ്രകാരം 12 മൈലിൻ്റെ അപ്പുറത്ത് ലോകത്തുള്ള ഏത് കപ്പലുകൾക്കും ഫ്രീഡം ഓഫ് നാവിഗേഷൻ ഉണ്ട്. ഇപ്പോൾ എയർ സ്പേസിൻ്റെ അകത്ത് ഫ്ലൈറ്റ്സിന് ഫ്രീഡം ഉള്ളതുപോലെ 12 മൈലിൻ്റെ അപ്പുറത്ത് ലോകത്തുള്ള ഏത് കപ്പലും ഫ്രീഡം ഓഫ് നാവിഗേഷൻ, അതിന് ഇന്നസെൻറ്റ് പാസേജ് എന്നാണ് പറയുന്നത്. ഒരു പോർട്ടലിന് അപ്പുറത്ത് പോർട്ടലിലേക്ക് പോകാം, ആ കടൽ എല്ലാവർക്കും യൂസ് ചെയ്യാം, പാസേജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇറ്റ്ലോസ് ആദ്യം പറഞ്ഞത് ഞങ്ങളെ അവിടെ നിന്ന് 180 മൈലിൽ നിന്ന് അറസ്റ്റ് ചെയ്തതും പിന്നെ ഞങ്ങളെ അണ്ടർ ഗണ്ണാണ് ഞങ്ങളെ അവർ 2 എസ്കോർട്ട് ചെയ്ത് കൊണ്ടുപോയത്. അങ്ങനെ കൊണ്ടുപോയതും പിന്നെ ഷിപ്പിൽ മിനിമം ഇത്ര ആളുകൾ വേണമെന്നുണ്ട്, ഷിപ്പിൽ മിനിമം ആളുകളെ വെക്കാതെ ആളുകളെ മുഴുവൻ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയതും 3 മാസം ആളുകളെ ഒരു അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിനും പ്രൊസീഡിങ്സ് ഉണ്ട്. നമ്മുടെ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യണം, കോർട്ടിൽ ഹാജരാക്കണം, അവർക്ക് താമസിക്കാനായിട്ടുള്ള മിനിമം, ഐ തിങ്ക് ഇറ്റ് ഇസ് വിയന്ന കൺവെൻഷൻ, അത് പ്രകാരം മിനിമം ആളുകളെ വെക്കേണ്ട, അവർക്ക് കൊടുക്കേണ്ട റിക്വയർമെൻറ്റ്സ് അതൊന്നും കംപ്ലൈ ചെയ്യാതെ ഞങ്ങൾ വെച്ചതിനെ പറ്റിയിട്ട് കോടതിയുടെ വിധിയിൽ അതെല്ലാം തെറ്റായിരുന്നു എന്ന് പറഞ്ഞൊരു കോടതി വിധിയിൽ വന്നിട്ടുണ്ട്. പിന്നെ അവർ പറഞ്ഞ കുറേ അലിഗേഷൻസ് ഉണ്ട്. ഗിനിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു പൈററ്റ് ഷിപ്പായിരുന്നു, ഇവർ എണ്ണ മോഷ്ടിക്കാൻ പോയവരായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുണ്ട്. ഓഗസ്റ്റ് 12-ാം തീയതി ആണെന്ന് തോന്നുന്നു നമ്മൾ ഗിനിയയിൽ എത്തുന്നത്. 12-ാം തീയതിയാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ഗിനിയയിലെത്തി പിറ്റേ ദിവസം ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്ത് ക്ലീൻ ഷിപ്പ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അവർ സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതായത് ഗിനിയയിൽ ചെന്ന് 1-ാമത്തെ ദിവസം തന്നെ ഷിപ്പ് പരിശോധിക്കുകയും ഷിപ്പിൻ്റെ അത് ക്രൂഡ് ഓയിൽ ഇല്ലയെന്ന് മനസ്സിലാക്കുകയും അന്ന് തന്നെ വേണമെങ്കിൽ റിലീസ് ചെയ്യായിരുന്നു. പക്ഷേ അവർ ഡെലിബറേറ്റ്ലി 3 മാസം, ഈവൻ ആ 2 ലക്ഷം യൂറോ പേ ചെയ്തതിന് ശേഷവും അവർ ഷിപ്പിനെയും ക്രൂവിനെയും അവിടെ വെച്ചു. എന്നിട്ട് പിന്നെ അവർ ഷിപ്പിനെയും ക്രൂവിനെയും വിതൗട്ട് എ ട്രീറ്റി അവർ ഷിപ്പിനെയും ക്രൂവിനെയും നൈജീരിയയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ദാറ്റ് ഈസ് ഓൾസോ എഗെയിൻസ്റ്റ് ദ റൂൾസ്. ഇൻ്റർനാഷണൽ ലോകത്ത് നടക്കാത്തൊരു കാര്യമാണത്. അതിനെപ്പറ്റിയും കോടതി പരാമർശിച്ചിട്ടുണ്ട്. പിന്നെയും 206 പേജുള്ള ഒരു വിധിയാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെടുത്ത സ്റ്റെപ്സ് എല്ലാം വളരെ കറക്റ്റായിരുന്നെന്നും ഗിനിയ കൊടുത്ത അലിഗേഷൻസ് മുഴുവനും തെറ്റായിരുന്നു എന്നുമാണ് അവർ വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഇവർ വന്നിട്ട് ആദ്യം നമ്മുടെ ഷിപ്പിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത്? ഞങ്ങൾ അതായത് ഷിപ്പ് നമ്മൾ കടലിൽ ഓപ്പൺ ചെയ്യാൻ നമ്മൾ നങ്കൂർ കപ്പലിനെ നിർത്തും. നമ്മൾ എഞ്ചിൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നടുക്കടലിൽ കപ്പൽ നിൽക്കും. അപ്പം ഞങ്ങൾ ഓഗസ്റ്റ് 12-ാം തീയതി ഒരു നേവൽ ഷിപ്പ് വരുന്നത് കണ്ടു. ഞങ്ങൾക്ക് എക്യുപ്മെൻറ്റ്സ് ഉണ്ട് ഷിപ്പിൻ്റെ അകത്ത്, നമ്മുടെ സാറ്റലൈറ്റും AIS അതുപോലെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കപ്പിത്താൻ ഡേവിഡ് എന്നായിരുന്നു എൻ്റെ പേര്, ഈ നേവൽ ഷിപ്പിൻ്റെ പേര്. അപ്പോൾ വി സോ ഇറ്റ് ഇൻ AISൽ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ നോക്കിയിരുന്നതിന്. അപ്പോൾ അത് അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളെ വിളിച്ചു. ഇത് ക്യാപ്റ്റൻ ഡേവിഡ് ആണ് വെസൽ, വി ആർ ഇക്വറ്റോറിയൽ ഗിനിയൻ നേവി, വി ആർ കമ്മിങ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ. അപ്പം ഓക്കെ പ്ലീസ് കം.
അപ്പം വി ഹാഡ് നോ ഇൻറ്റൻഷൻസ്. കാരണം പിന്നെ ഒരു നേവൽ ഷിപ്പിൻ്റെ അടുത്ത് ഓടി രക്ഷപ്പെടാൻ മാത്രമുള്ള കാർഗോ ഷിപ്പ് എന്ന് പറഞ്ഞാൽ വി ആർ അൺആംഡ്. ഞങ്ങളുടെ അടുത്ത് ഈ ഷിപ്പിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കട്ട് ചെയ്യുന്ന കത്തി മാത്രമേ ഉള്ളൂ. അപ്പം അവർ വരുന്നത്, അപ്പം അവർ വന്നു, അവരടുത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ദേ ചേഞ്ച്ഡ് എവറിത്തിങ്. അവർ നമ്മുടെ അടുത്ത് വന്ന് അവരുടെ ആംസ് ആൻഡ് അമ്യൂണേഷൻസും അവരുടെ എനിക്കൊന്നൊരു വീഡിയോ ആ സമയത്ത് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മുടെ നേരെ തിരിച്ചു വെച്ചിട്ട് അവർ പറഞ്ഞു, ഇഫ് യു ഡു നോട്ട് ഫോളോ ദ ഓർഡേഴ്സ് വി ഹാവ് ഓർഡേഴ്സ് ടു ഷൂട്ട് യു ഡൗൺ. അപ്പം എനിയോ വിൽ ഫോളോ ദ ഓർഡേഴ്സ് ബിക്കോസ് അവരുടെ അടുത്ത് ഒരു തോക്കുണ്ടെങ്കിൽ കൂടെ നമ്മളത് ഫോളോ ചെയ്യും, അല്ലെങ്കിൽ വെർബലി പറഞ്ഞാൽ തന്നെ അത് ഫോളോ ചെയ്യും. പക്ഷേ അവരുടെ റോക്കറ്റ് ലോഞ്ചേഴ്സും അവരുടെ പീരങ്കികളെല്ലാം നമ്മളെ നേരെ തിരിച്ചു വെച്ചു. നമ്മളെ എസ്കോർട്ട് ചെയ്ത് അവർ ഇക്വറ്റോറിയൽ ഗിനിയിലേക്ക് കൊണ്ടുപോയി. ഇത് നിങ്ങൾ പൈറേറ്റ്സ് ആണെന്നും പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്? പൈറേറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടല്ല കൊണ്ടുവന്നത്. അതായത് അത് ഇക്വറ്റോറിയൽ ഗിനിയ പറഞ്ഞ വേറൊരു അലിഗേഷനാണ്. അതായത് ഇക്വറ്റോറിയൽ ഗിനിയ എയ്റ്റ്ലോസിൽ എഴുതി കൊടുത്തതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഇവന്മാർ പൈറേറ്റ്സ് ആണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഇത് പൈറേറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മദർഷിപ്പാണെന്ന് വിചാരിച്ചു. അതും ഇന്റർനാഷണൽ ട്രിബ്യൂണൽ നമ്മൾ തള്ളി. കാരണം മദർഷിപ്പായിട്ട് അല്ലെങ്കിൽ പൈറേറ്റ് ഷിപ്പായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല സ്പീഡിൽ പോകുന്ന ബോട്ടുകളോ അല്ലെങ്കിൽ ഷിപ്സിനാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങളുടെ ഷിപ്പിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ 15 knots per hour ആണ്. അത് 30 km/h. അത് പൈറേറ്റ് ഷിപ്പാണെങ്കിൽ എവിടെ ഓടി രക്ഷപ്പെടും. അപ്പം അത് ഇന്റർനാഷണൽ ട്രിബ്യൂണൽ തള്ളി. അത് അവർ തള്ളി. പിന്നെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ പൈറേറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അപ്പം ഞങ്ങൾ കാരണം അങ്ങനെയാണെങ്കിൽ എന്ന് വെച്ചാൽ ഇവർക്ക് നമ്മുടെ ലൊക്കേഷൻ കിട്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ ഷിപ്പിൻ്റെ സാറ്റലൈറ്റിൽ നിന്നാണ് അവർക്ക് ലൊക്കേഷൻ കിട്ടിയത്. അപ്പം നമ്മുടെ അടുത്ത് എന്തെങ്കിലും ബാഡ് ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ, ഞങ്ങൾ ക്ലോസിൽ പറഞ്ഞതും അതാണ്, എന്തെങ്കിലും ബാഡ് ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ എല്ലാ എക്യുപ്മെൻറ്റ്സും ഓണായിരുന്നു നമ്മുടെ ഷിപ്പിനെ ട്രാക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി. അന്ന് നൈജീരിയയിൽ പോയ സമയത്ത് നൈജീരിയൻ നേവി വന്നതും അതുപോലെ ഗിനിയയുടെ 180 മൈൽ ദൂരെ വന്നപ്പോൾ ഗിനിയയുടെ നേവി വന്നതും ഞങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്ത ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ടാണ്. അത് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തെങ്കിൽ ഇവർക്കത് കാണാൻ പോലും പറ്റില്ലായിരുന്നു. അപ്പോൾ അത് കോർട്ട് നോട്ട് ചെയ്തൊരു പോയിന്റാണ്. ഇവർക്കൊരു ബാഡ് ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ വൈ ദേ വിൽ കീപ് ദെയർ എക്യുപ്മെന്റ്സ് ഓൺ. അപ്പം നിങ്ങൾ എവിടെ പോയിട്ട് വരികയായിരുന്നു? എങ്ങോട്ടായിരുന്നു പോകുന്നത്? നൈജീരിയയിൽ എണ്ണ എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോയതാണ്. ഞങ്ങൾ 8-ാം തീയതി അവിടെ എത്തി. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എണ്ണ എടുക്കുമ്പോൾ ഒരു ഓഫ് ഷോർ ടെർമിനലാണ്. നൈജീരിയയിൽ 60 മൈൽ ദൂരെയാണ് ഈ ആക്പോ ഫീൽഡ് സ്ഥിതി ചെയ്യുന്നത്. 8-ാം തീയതി അവിടെ എത്തിയപ്പം അവിടെ എണ്ണ റെഡിയല്ല. അതായത് ഞങ്ങൾ ലോഡ് ചെയ്യാൻ പോയ എണ്ണ അപ്പോഴും മണ്ണിൻ്റെ അടിയിലായിരുന്നു. അത് എടുത്ത് തീർന്നിട്ടില്ല. അതേ എണ്ണ 17-ാം തീയതിയാണ് അത്രയും ക്വാണ്ടിറ്റി എണ്ണയായിട്ട് അവർ വേറൊരു ഷിപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്തത്. നമ്മൾ ചെക്ക് ചെയ്ത് ഞാൻ കാണാനായിട്ട് ആ ഷിപ്പിൻ്റെ പേര് ഞാൻ പറയാനില്ല. ഞങ്ങൾ അപ്പോഴേക്കും ട്രാപ്പിലായി ഓൾറെഡി. 17-ാം തീയതി വേറെ ഷിപ്പ് വന്ന് ആ എണ്ണ എടുത്തുകൊണ്ട്. അപ്പോൾ 8-ാം തീയതി ഞങ്ങൾ അവിടെ എത്തിയെങ്കിലും ഞങ്ങളുടെ ക്വാണ്ടിറ്റിയുള്ള എണ്ണ അവർ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് കംപ്ലീറ്റ് ചെയ്തത് 17-ാം തീയതിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചോദിച്ചത്, നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് പല ചോദ്യങ്ങളും അപവാദങ്ങളും വന്നത്, നിങ്ങൾ ഡോക്യുമെൻ്റ് ഇല്ലാണ്ട് പോയില്ലേന്ന്. ഇല്ലാത്തൊരു സാധനത്തിന് ഡോക്യുമെൻ്റ് ഉണ്ടാക്കാൻ അവർക്ക് പറ്റില്ല. അതുപോലെ ആ ഡോക്യുമെൻ്റ് ഉണ്ടാക്കേണ്ടത് ഞങ്ങളല്ല, എണ്ണ വിൽക്കുന്ന ആളുകളാണ്. അത് ആ സമയത്ത് ആക്വോ ഫീൽഡ് അവർ എണ്ണ ആയി കഴിഞ്ഞപ്പോൾ അവരാണ് നൈജീരിയക്ക് ഇൻഫർമേഷൻ കൊടുക്കേണ്ടത്. എക്സ്പോർട്ട് ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ടാക്കേണ്ടത് അവരാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളൊരു കടയിൽ സാധനം വാങ്ങിക്കാൻ പോകുന്ന പോലെ കടയിൽ സാധനം വാങ്ങിക്കാൻ പോകുന്ന വണ്ടിയുടെ ഡ്രൈവർ. അതാണ് ഞങ്ങളുടെ റോൾ അവിടെ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ നിങ്ങൾ വന്നു ഡോക്യുമെന്റ് ഇല്ലാതെ എന്ന് പറയുമ്പോൾ പിന്നെ ഇതങ്ങ് പോയി കഴിയുമ്പോൾ പിന്നെ ആരും ഡീപ്പായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ലല്ലോ. അപ്പോൾ ഇത് സാധാരണ ഈ എണ്ണ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് റെഡി ആയി കഴിയുമ്പോഴാണോ നിങ്ങൾ പോകുന്നത്? അതോ എങ്ങനെയാണ്? അതായത് നമ്മുടെ ഷിപ്പിനെ ഹയർ ചെയ്യുക ചെയ്യുന്നത്. നമ്മുടെ ഷിപ്പിന് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ആക്പോ ടെർമിനലിൽ പോയ സമയത്ത് നമ്മുടെ ഷിപ്പിന് ഒരു പാർട്ടി ഹയർ ചെയ്തു. ആ ടെർമിനൽ എന്ന് പറഞ്ഞാൽ അത് വിൽക്കുന്ന ആളുകളാണ്. ഒരു പാർട്ടി ഹയർ ചെയ്തു. ആ പാർട്ടി എണ്ണ ഷിപ്പിലെടുത്ത് അവർ വേറെ പാർട്ടിക്ക് വിൽക്കും. ഇതിൻ്റെ അത് വലിയ ചെയിനാണ്. കാരണം മൾട്ടി-മില്യൺ ഡോളേഴ്സ് ഇൻവോൾവ് ആണ്. ഡോളറിൻ്റെ $1 അല്ലെങ്കിൽ ഒരു $0.5 ചേഞ്ച് എന്ന് പറയുമ്പം ദാറ്റ് ഇസ് എ വെരി ബിഗ് വലിയ ബിസിനസ്സാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മളോട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 8-ാം തീയതി അവിടെ എത്തണം. ഞങ്ങളുടെ വോയേജ് ഓർഡർ എന്ന് പറഞ്ഞാൽ 8th ഓഗസ്റ്റ് നിങ്ങൾ അവിടെ എത്തണം എന്നാണ് ഞങ്ങളുടെ ഓർഡർ. അപ്പം നമ്മൾ ഓലയും ഊബറും ഒക്കെ വിളിക്കുന്ന പോലെ സമയം വിട്ട് നമ്മൾ വിളിക്കുമ്പം നമ്മളവിടെ പോകുന്ന പോലെ ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ്റെ ഉത്തരവാദിത്തമാണ് ആ സമയത്ത് കപ്പലിനെ അവിടെ എത്തിക്കുകയാണ്. അപ്പോൾ 8-ാം തീയതി ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ നൗ ക്വസ്റ്റ്യൻ 17-ാം തീയതി എന്ത് ചെയ്യും? ഞങ്ങളപ്പോൾ ആ സമയത്തും 10 മൈൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 18 കിലോമീറ്റർ ആക്പോ ഫീൽഡിൽ നിന്ന് 18 കിലോമീറ്റർ ദൂരെയായിരുന്നു. കാരണം അടുത്ത് പോകാൻ അവർ സമ്മതിക്കത്തില്ല. എണ്ണ കഴിയാതെ അവർ വന്നാണ് ഞങ്ങളെ അകത്തേക്ക് കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ സ്വന്തം ഇഷ്ടത്തിൽ പോകാനും പറ്റത്തില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ 18 കിലോമീറ്റർ ദൂരെയായിരുന്നു. ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. എന്നിട്ട് പിന്നെ എന്ത് ചോദിച്ചാൽ ഈ 18 ദിവസം 8-ാം തീയതി തൊട്ട് 17-ാം തീയതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിപ്പിൻ്റെ ഓണറിന് റെൻറ്റ് കിട്ടും. നമ്മളൊരു വണ്ടി വിളിച്ച് നമ്മുടെ വീടിൻ്റെ പുറത്ത് വന്ന് അവർ വെയിറ്റ് ചെയ്യുന്ന പോലെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഷിപ്പിൻ്റെ ഓണറിന് പ്രശ്നമില്ല. ഷിപ്പിൻ്റെ ഓണർ അവിടെ പോയി കഴിഞ്ഞാൽ ഈ ഗെറ്റ് ഇസ് മണി. ഞങ്ങൾക്ക് വലിയ പണിയൊന്നുമില്ല. ഞങ്ങൾ സമാധാനമായിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ വെസ്റ്റ് ആഫ്രിക്കൻ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളക്കാരുടെ ഏരിയ, കടൽ കൊള്ളക്കാർക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഏരിയയാണ്. ഞാൻ മുമ്പ് വർക്ക് ചെയ്ത കമ്പനികളിലൊക്കെ അവന്മാർ വന്ന് ഷിപ്പിൽ വന്ന ആളുകളെ തട്ടിക്കൊണ്ടുപോയി അവരെ പിടിച്ചു കൊണ്ടുപോയി
അതായത് പിടിച്ച് അവർ നൈജീരിയൻ കാടുകളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവരെ നമ്മൾ റാൻസം കൊടുത്തു കഴിഞ്ഞാലും പൈസ അവർ ആദ്യം വാങ്ങിക്കും. എന്നാലും എന്നിട്ട് അവരെ തിരിച്ച് കിട്ടുന്നത് അത് ഒരു ഷിപ്പിനകത്ത് എനിക്കൊന്ന് 17-18 വരെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവർ 5 ഗ്രൂപ്പാക്കി അവർ 5 ഡയറക്ഷനിലേക്ക് പോയി കാടിൻ്റെ ഉള്ളിൽ. കാരണം ഒരു ടീമിന് നേവി അല്ലെങ്കിൽ അവിടെ ആർമി പിടിച്ചാൽ അവർക്ക് ഒരാളെ കിട്ടുള്ളൂ, ബാക്കി ആളുകളെ കിട്ടില്ല. അപ്പം അത്രയും വയലൻ്റ് ആയിട്ടുള്ള ഏരിയ ആണത്. അപ്പം അവിടെയാണ് നമുക്ക് ഈ നേവിയുടെ ബോട്ട് എന്ന് പറഞ്ഞ് ഒരു ചെറിയ ബോട്ടാണ് രാത്രി വരുന്നത്. അപ്പം അത് നമുക്കത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിയും. അതൊരു ട്രാപ്പ് അല്ലായിരുന്നു, അത് ശരിക്കും നൈജീരിയൻ നേവി ആയിരുന്നു. അപ്പം ഞങ്ങൾ ഈ ടെർമിനലിൽ പോകാതെ ഞങ്ങൾ ഈ 10 മൈൽ ദൂരെ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞപ്പം അവർക്ക് എന്തോ സസ്പിഷൻ തോന്നി, അവർക്ക് എന്തോ സംശയം തോന്നി. അതുകൊണ്ടാണ് അവർ 60 മൈൽ വന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നൈജീരിയൻ നേവിക്കാണെങ്കിലും 12 മൈലിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ല. അപ്പം ഇവരെന്തോ സസ്പിഷൻ കണ്ടിട്ടാണ് ഇവർ വന്നത്. അത്രയും നേരം നിങ്ങൾ അവിടെ യെസ്, ഞങ്ങൾ അവിടെ നിൽക്കുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ടെർമിനലിൻ്റെ അകത്തും അല്ല. സോ ഇനിയിപ്പം അവിടെ ആ സമയത്ത് പീക്ക് നൈജീരിയൻ നേവിയുടെ കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്ന ആ ഏരിയയിൽ അവർ പൈറസി കട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. അപ്പോൾ അവർ വന്നു പോസിറ്റീവ്ലി. അതായത് ഞങ്ങൾ അവരെ അത് പകൽ സമയത്താണെങ്കിൽ ഈ സംഭവം നടക്കത്തില്ലായിരുന്നു, കാരണം ഞങ്ങൾക്ക് അവരെ കാണാൻ പറ്റും. ഇത് ഇവന്മാർ വരുന്നത് ഞങ്ങളുടെ ഷിപ്പ് വലിയ ഷിപ്പായിരുന്നു, ഇവർ വന്നത് വളരെ ചെറിയ ബോട്ടിലാണ്. അപ്പം അങ്ങനത്തെ ചെറിയ സ്പീഡ് ബോട്ടിൽ വരുന്നത് സാധാരണ കള്ളന്മാരാണ്. നിങ്ങളപ്പോൾ പേടിച്ചു? നിങ്ങൾ കരുതിയോ കൊള്ളക്കാരായിരുന്നു? ഞങ്ങളത് നേവിയാന്ന് വിചാരിച്ചു. അത് നൈജീരിയൻ നേവി എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. കുറേ നേരം കമ്മ്യൂണിക്കേഷൻ VHF മാത്രം. അപ്പോൾ അവരോട് പറഞ്ഞു, അവർ ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഷിപ്പിൻ്റെ അകത്ത്. അപ്പോൾ അത് അവരോട് പറഞ്ഞു, നിങ്ങൾ സ്വിച്ച് ഓൺ ചെയ്യും, ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവർ പറഞ്ഞു, അവർ നോ വി വിൽ നോട്ട് ഡു. പിന്നെ ഞങ്ങൾ സെക്കൻഡ് ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾ പോയ ആക്പോർട്ട് ടെർമിനലുണ്ട്, അവിടെ സെക്യൂരിറ്റി ഉണ്ട്. അവിടെ സെക്യൂരിറ്റിയിൽ ഇരിക്കുന്ന നൈജീരിയൻ നേവിയാണ്. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചു ഇങ്ങനെ ഒരു ബോട്ട് വരുന്നതായിട്ട്. അപ്പോൾ അവർ പറഞ്ഞു യെസ് ഇറ്റ് ക്യാൻ ബി നൈജീരിയൻ നേവി. ക്യാൻ ബി എങ്ങനെയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്? പറഞ്ഞു ക്യാൻ യു കൺഫേം, കാരണം ദിസ് ഇസ് യുവർ വാട്ടേഴ്സ്, ക്യാൻ യു കൺഫേം ദിസ് ഇസ് നൈജീരിയൻ നേവി ബിക്കോസ് വി ആർ 60 മൈൽ ദൂരെയാണ്, ജ്യോതിഷം ഇല്ലാത്ത സ്ഥലത്താണ്. അപ്പോൾ ഇത് നൈജീരിയൻ നേവി നിങ്ങൾക്ക് കൺഫേം ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞില്ല, കൺഫേം ചെയ്യാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ശരിക്കും ഞെട്ടി, അവിടെ ഞങ്ങൾ ഞെട്ടി. പിന്നെ ഞങ്ങളുടെ കമ്പനിയെ വിളിച്ച് പറഞ്ഞു. കമ്പനിയെ വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇൻ്റലിജൻസ് ആളുകൾ ഇരിക്കുന്നുണ്ട് പുറത്ത് വേറെ ഇരിക്കുന്നത്. അപ്പം ഇൻ്റലിജൻസ് ഇരിക്കുന്ന ആളുടെ കമ്പനി അവരുടെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു, നൈജീരിയയുടെ ചരിത്രത്തിൽ 60 മൈൽ നൈജീരിയൻ നേവി പോയതായിട്ട്, ഈ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ പോയതായിട്ട് ഞങ്ങളുടെ ഹിസ്റ്ററിയിലില്ല. മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് ക്യാൻ ബി പൈറേറ്റ്സ്, ഡു നോട്ട് ടേക്ക് എനി ചാൻസ്. അതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ. ആ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ പറന്നടിച്ചോ അവരടുത്ത് വരാൻ സമ്മതിക്കരുതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വിട്ടടിച്ച് പോയി. അതാണ് ട്രിഗർ ആയത്. പക്ഷേ ആക്ച്വലി അത് നൈജീരിയൻ നേവി. അപ്പോൾ ഞങ്ങളത് പോയ സമയത്ത് അത് അവർക്ക് പിന്നെയും സസ്പിഷൻസ് കൂട്ടി, എന്തിനായിരിക്കും ഇവരോട് വന്നത്, ആക്പോന്ന് ഓടി. അപ്പോൾ അവർ നൈജീരിയയിൽ ഇല്ലീഗൽ ബങ്കറിങ് എണ്ണ കൊള്ളകൾ നടക്കുന്നുണ്ട് ഗവൺമെൻറ്റിനെ പറ്റിച്ചുകൊണ്ട്. അപ്പോൾ അവർ വിചാരിച്ചു ദിസ് കുഡ് ബി വൺ ഓഫ് ദിസ് കേസ്, അങ്ങനെ അവർ വിചാരിച്ച് കാണും. അപ്പോൾ ഈ ചെറിയ ബോട്ടുകാർ ഇൻഫർമേഷൻ പാസ് ചെയ്തു. അവർ ഞങ്ങൾ 2 മണിക്കൂർ ചേസ് ചെയ്തു. ഞങ്ങൾ 2 മണിക്കൂർ ചേസ് ചെയ്തിട്ട് ഞങ്ങളെ അവർക്ക് പിടിക്കാനായിട്ട് കഴിഞ്ഞില്ല. കാരണം വലിയ ഷിപ്പാണ്, അവർക്ക് അങ്ങനെ അടുത്ത് നിങ്ങൾ കയറാനൊന്നും പറ്റത്തില്ല. പിന്നെ അതുപോലെ പൈറസി മെഷേഴ്സ് എല്ലാം ഷിപ്പിൽ ഉണ്ടായിരുന്നു, വെള്ളം ചീറ്റുന്ന പരിപാടിയും ഷിപ്പിന് ചുറ്റും മുള്ളു കമ്പിയെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർ ട്രൈ ചെയ്തിട്ടുണ്ടാവും. 2 മണിക്കൂർ ഞങ്ങളുടെ പുറകെ ഉണ്ടായിരുന്നു. അവർ ട്രൈ ചെയ്തു, അവർക്കത് ചെയ്യാനായിട്ട് പറ്റിയില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവർ ഞങ്ങളവിടെ പോയി സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ഗിനി, കാരണം ഞാൻ ആ സമയത്ത് ഞങ്ങളുടെ ഷിപ്പിന് ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ആയിക്കൊണ്ടിരിക്കുക. 1000 മൈൽ ദൂരമുള്ള കോസ്റ്റിലുള്ള നേവിക്ക് ഞങ്ങളുടെ പൊസിഷൻസ് കാണാൻ പറ്റും. അപ്പം ഞങ്ങളുടെ തന്നെ പൊസിഷൻ എടുത്തുകൊണ്ട് അവർ ഗിനിയുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ എണ്ണ മോഷ്ടിച്ചുകൊണ്ടൊരു ഷിപ്പ് ഇവിടുന്ന് പോയിട്ടുണ്ട്, അവരെ ട്രാക്ക് ഡൗൺ ചെയ്യണം എന്ന് പറഞ്ഞു. ഇതാണ് തുടക്കം. അപ്പോൾ പിന്നെ അവിടെ നൈജീരിയൻ നേവി വന്നു, അവിടെ ഗിനിയൻ നേവി വന്നു. അവർക്ക് അവിടെ സ്ഥലമില്ലല്ലോ. നൈജീരിയയുടെ നേവിക്ക് ഇക്വറ്റോറിയൽ ഗിനിയുടെ ഈസറിൽ പോകാൻ പറ്റില്ല ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവരത് അങ്ങനെ അവർക്കും വരാൻ പറ്റില്ലായിരുന്നു. പക്ഷെ അവർക്ക് ഒരു ഇൻഫർമേഷൻ നൈജീരിയയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പം അവരതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ ദേ പ്രൊസീഡഡ് വിത്ത് ദിസ് ബ്ലണ്ടർ. ആക്ച്വലി അതൊരു വലിയൊരു അബദ്ധം അവരത് ചെയ്തു. പിന്നെയാണ് നിങ്ങളെ നൈജീരിയയിലേക്ക് പിന്നെയാണ് നൈജീരിയയിലേക്ക് കൈമാറുന്നത്. നൈജീരിയയിൽ പിന്നെ ഇത് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി മാറി. അവിടെ ഇലക്ഷൻ്റെ സമയമായിരുന്നു. നൈജീരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനൊക്കെ പുറകിൽ കഥകളാണ്. അവിടെ അങ്ങോട്ട് മാറ്റിയ സമയത്ത് അവിടെ ഇലക്ഷൻ വന്നു. അവിടുത്തെ ഒപ്പോസിഷൻ പ്രശ്നം ഉണ്ടാക്കി. ഇങ്ങനെ ഒരു കപ്പൽ വന്നിട്ട് പോയില്ലേ, ഇവരെവിടെയെന്ന് ചോദിച്ച പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ പൊളിറ്റിക്കൽ പ്രശ്നം വന്നു കഴിഞ്ഞപ്പം അപ്പോൾ അതുകൊണ്ട് പിന്നെ നൈജീരിയൻ നേവിയുടെ റെപ്രസെൻറ്റേറ്റീവ് വലിയ റാങ്കിലുള്ള ആളുകൾ ഇക്വറ്റോറിയൽ ഗിനിയിൽ വന്ന് ഷിപ്പ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതാണ്. ഷിപ്പിലുള്ള ആളുകളെയും ഷിപ്പിനെയും മുഴുവൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അവരും ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഉണ്ടായിക്കൊണ്ട് പോയതാണ്. അപ്പം ഞങ്ങൾ ഈ മീഡിയയിൽ ഒരു ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞ നവംബറിൽ വന്നെന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് വീട്ടിൽ പോകണ്ടേ. ഇൻവെസ്റ്റിഗേഷൻ എല്ലാം കഴിഞ്ഞ് എല്ലാം ക്ലീൻ ചിട്ടും അവർ പറഞ്ഞു ആരും നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, നിങ്ങളുടെ ഷിപ്പിലൊന്നുമില്ല, ദർ ഇസ് നോ പ്രോബ്ലം, യു ക്യാൻ ഗോ. എല്ലാവരും പറഞ്ഞു. പിന്നെ ഇനിയിപ്പം നൈജീരിയയിൽ ഫൈനും വാങ്ങിച്ചു.
അപ്പോൾ അത് കമ്പനി ഫൈനും കൊടുത്തു. പിന്നെ ഇനി നൈജീരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയുമ്പോൾ വി ഫെൽറ്റ് സംതിങ് റോങ്, ഇറ്റ്സ് നോട്ട് കറക്റ്റ്. അത് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ കാരണം ഞങ്ങൾ ഈ പരിപാടിക്ക് വന്ന കപ്പലിൽ ഞങ്ങൾ ജോലി എടുക്കാൻ വന്ന ആളുകളാണ്. അപ്പോഴാണ് ഞങ്ങൾ ഇവിടുത്തെ ആളുകളോട് ഹെൽപ്പ് ചോദിച്ച് ഇവിടെ മീഡിയയിൽ അത് ഭയങ്കര മീഡിയ നന്നായിട്ട് ടേക്കപ്പ് ചെയ്തു. സെൻറ്ററിലേക്ക് പോയി, സെൻറ്ററിൽ നിന്ന് കോളുകൾ പോയി. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് നൈജീരിയ പോയിട്ട് 7 മാസം കഴിഞ്ഞ് വരാനായിട്ട് പറ്റിയത്. ഈ ഗിനിയയിൽ എങ്ങനെയായിരുന്നു ഈ ആദ്യം കുറച്ച് അവിടുത്തെ തടവിലാക്കപ്പെട്ട സമയത്ത് നിങ്ങളുടെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അത് ഞാൻ ഷിപ്പിലായിരുന്നു, ഞാനും 6 ആളുകളും ഷിപ്പിലാണ് ഉണ്ടായിരുന്നത്. അതുപോലെ ബാക്കി ആളുകളെ അവർ പുറത്തേക്കാണ് കൊണ്ടുപോയത്. ആദ്യം അവരെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ഇട്ടു. അപ്പോൾ അവിടെ അവർ ആൾ ചത്തു എന്നുള്ള രീതിയിലായി കഴിഞ്ഞപ്പോൾ അവർ പിന്നെ ഒരു പണി നടക്കുന്ന ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ഒരു പണി നടക്കുന്ന ബിൽഡിങ്ങിലേക്ക് പിന്നെ അവരെ മാറ്റി ഗിനിയയിൽ. അപ്പം അവിടെ അതായത് ഒരു പണി നടക്കുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം പിന്നെ നമ്മൾ തന്നെ നമ്മുടെ ആളുകൾ തന്നെ നമ്മുടെ ഷിപ്പിനൊരു ഏജൻസി ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞ് കിടക്കയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അവരായിരുന്നു ഫുഡ് കൊടുത്തോണ്ട്. ഇവർ അവിടെ കൊണ്ട് ഇട്ടതല്ലാതെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെന്ന് പറഞ്ഞാലും ഇക്വറ്റോറിയൽ ഗിനി ഏറ്റവും വളരെ ഫേമസ് ആണ് ഈ ഇതിന് വേണ്ടിയിട്ടുള്ളത്, മലേറിയയ്ക്ക് വേണ്ടിയിട്ട്. എല്ലാവർക്കും പല തവണ മലേറിയ പിടിച്ച് ഹെൽത്ത് കണ്ടീഷൻസ് ഭയങ്കര മോശമായിരുന്നു. ഒരു ഷിപ്പിലേക്ക് വന്നപ്പോൾ ആളുകളുടെ ഷേപ്പ് തന്നെ മാറിപ്പോയായിരുന്നു. മലേറിയ പിടിച്ച് പിന്നെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആളുകളെല്ലാം സംസാരിക്കുന്നത് സ്പാനിഷിലാണ്. എന്തൊക്കെയോ മരുന്ന് അവർ കുത്തിവെക്കും, പനിച്ച് കിടക്കും. അപ്പോൾ ഞാൻ ഇവരോ സംസാരിക്കാറുണ്ടായിരുന്നു ഷിപ്പിൽ നിന്ന്. അപ്പോൾ പറഞ്ഞു ഇന്ന ആൾക്ക് പനിയാണ്, ഇന്ന ആൾക്ക് പനിയാണ്, ഇന്ന് ഇന്ന ആൾക്ക് വയറിളക്കം. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ഒരു അൺഹെൽത്തി കണ്ടീഷൻസിലാണ് അവർ ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ ഈ പോരാൻ നേരത്ത് ഞങ്ങൾ ഈ മീഡിയ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ആളുകൾ ഷിപ്പിലേക്ക് വന്നിട്ട് അവർ പിന്നെയും തിരിച്ചു കൊണ്ടുപോയായിരുന്നു. ഓർക്കുന്നറിയില്ല ആ സമയത്ത്. അവരെ തിരിച്ചു കൊണ്ടുപോയ സമയത്ത് അവരെല്ലാവരും കൂടി ഒരു റൂമിലിട്ട് പൂട്ടി വെള്ളം പോലും കൊടുക്കാതെ 26 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവർ ആ റൂമിൽ പുറത്തിറങ്ങുന്നത്. അന്ന് എല്ലാവരും കക്കൂസിലെ വെള്ളം കുടിച്ചു. അതുകൊണ്ട് എല്ലാവർക്കും മലേറിയ പിടിച്ചു. ടൈഫോയിഡ്, എല്ലാവർക്കും ടൈഫോയിഡ് പിടിച്ചു. ബുദ്ധിമുട്ടിയല്ലാതെ ശരിക്കും ആരും മരിക്കാതിരുന്നത് ഭയങ്കര ഭാഗ്യമായി. ആളുകൾ മരിക്കുന്നവരെ പേടിച്ചു പോയി. 10 മാസമായിരുന്നു അല്ലേ നിങ്ങൾ തടവിലായിരുന്നു? അതെ, തടവിലല്ലായിരുന്നു ഞാൻ. 3 മാസം ഗിനിയയിലായിരുന്നു. അതുപോലെ ഷിപ്പിലായിരുന്നു, ഡീറ്റെയിൻഡ് ഇൻ ഷിപ്പ്. നൈജീരിയയിലാണെങ്കിൽ അവർ ഡീറ്റെയിൻ ചെയ്തത് അത് ഇവിടുത്തെ സർക്കാരിൻ്റെ ഒരു കൈകടത്തൽ കൊണ്ട് തന്നെയാണ്. അവരുടെ ഒരു എന്താ പറയുന്ന ഒരു നല്ല ബന്ധം റെക്കമെൻഡേഷൻ കൊണ്ട് തന്നെയാണ് ഞങ്ങളെ 7 മാസം നൈജീരിയയിൽ ഷിപ്പിൽ തന്നെ ഡീറ്റെയിൻ ചെയ്ത് വെച്ചത്. ഇല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളെ ജയിലിലിട്ടാണ്. അതെ, കാരണം അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് പൊതുവെ ആളുകളെ ജയിലിലിടുക അല്ലെങ്കിൽ ബെയിൽ എടുത്തിട്ട് നമുക്ക് അവർ ഹൗസ് അറസ്റ്റിൽ വെക്കും. അപ്പം അതിനുശേഷം പിന്നെന്താ സംഭവിച്ചത്? നിങ്ങൾ അവിടുന്ന് റിലീസ് ചെയ്തതിന് ശേഷം നൈജീരിയ റിലീസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ കേപ്പ് ടൗണിൽ വന്നു. കേപ്പ് ടൗണിൽ 3 ദിവസം നിന്ന് ഈ കേസിൻ്റെ കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് ഞങ്ങൾ വീടുകളിലേക്ക് വന്നു. പിന്നെ അത് ഞാൻ തിരിച്ച് സെയിലിങ്ങിന് പോയി ക്യാപ്റ്റനായി. പിന്നെ ഈ കഴിഞ്ഞ ഒക്ടോബറിലാണ്, ഞാൻ പറഞ്ഞില്ലായിരുന്നു, കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇൻ്റർനാഷണൽ ട്രിബ്യൂണലിൽ വിറ്റ്നസ് കൊടുക്കാൻ വേണ്ടി പോയത്. എന്നിട്ട് അതിൻ്റെ വിധി വന്നു. സോ അപ്പോൾ ഇതിനിടയിൽ നിങ്ങളെല്ലാവരും കള്ളന്മാരാണ് എന്നുള്ള ഒരു പ്രചരണം നമ്മുടെ നാട്ടിലുണ്ടായി. ആ ഒരു സമയത്തെ വീട്ടുകാരുടെ അനുഭവം അത് ഭയങ്കര മോശമായിരുന്നു. ഇപ്പോൾ ഇതിന് തൊട്ടപ്പുറത്തെ വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. ഇവിടുന്ന് നമ്മുടെ ഒരു അയൽവാസി നമ്മുടെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എണ്ണ ആക്കാൻ പോയിട്ടാണോ നിങ്ങൾ ഇത്രയും സങ്കടം പറയുന്നത്, അങ്ങനെ തന്നെ വരണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നാട്ടിൽ അമ്മയുണ്ടായിരുന്നു. എൻ്റെ വീട് വയനാട്ടിലാണ്. അപ്പോൾ അമ്മേനെ കള്ളൻ്റെ അമ്മ എന്ന് വിളിച്ചു. അത് എൻ്റെ ഭാര്യ കുസാറ്റിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവള് ഈ വരാന്തയിൽ കൂടെ നടക്കുന്ന സമയത്ത് ജനലിൽ നിന്ന് പിള്ളേർ, അതുപോലെ എൻ്റെ മക്കൾ സ്കൂളിൽ പോയ സമയത്താണെങ്കിലും ആ സമയത്ത് വാർത്തയായിരുന്നല്ലോ. അപ്പം നിൻ്റെ അച്ഛൻ കടൽ കൊള്ളക്കാരനാണോ, അങ്ങനത്തെ ഡയലോഗുകളൊക്കെ വന്നത്. പിള്ളേർക്ക് അതൊന്നും കേട്ട്, ചെറിയ പിള്ളേരായിരുന്നു, 3 വർഷം മുമ്പല്ലേ. പിന്നെ അതുപോലെ ഈ കോളനിയിലുള്ള ഒരു മനുഷ്യരും അതുപോലെ ഈ പ്രദേശത്തുള്ള ആളുകളൊന്നും എൻ്റെ സ്വന്തം നാട്ടിൽ പോയിട്ടാണെങ്കിലും ഇപ്പോഴും പല ആളുകൾ എന്നോട് മിണ്ടില്ല, എന്നോട് സംസാരിച്ചു. ഞാൻ ജനിച്ചു വളർന്ന നാടാണ് വയനാട്. ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ഞാനിതിൽ നടന്നു പോകുമ്പം ആദ്യം മുമ്പ് വന്ന് കെട്ടിപ്പിടിച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളായിരുന്നു. ഇപ്പോഴത് കണ്ടു കഴിയുമ്പോൾ ഞാനത് നോക്കുമ്പോൾ ഇങ്ങനെ മുഖം ഇങ്ങനെ മാറ്റി പഠിക്കും. ഇപ്പോഴും സംഭവം നടന്നിട്ട് എത്ര വർഷമായി. അപ്പോൾ അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു കള്ളൻ മോഷ്ടിക്കാൻ പോയി, അങ്ങനെ പിടിക്കപ്പെട്ട് കേസായി. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിലാണ് ആളുകൾക്ക് ഇതുവരെയും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല. അല്ല, അല്ലെങ്കിൽ തന്നെ ഇത് ഇങ്ങനെ വരേണ്ട ഒരു കാര്യമില്ല. ഒരു കമ്പനി നമ്മളെ ഹയർ ചെയ്യുന്നു, അവിടെ പോകുന്നു, അവര് തമ്മിലാണല്ലോ ട്രാൻസാക്ഷൻ നടക്കുന്നത്. അത് നമ്മൾ അറിയുന്നുണ്ടോ ഇത് കള്ളത്തരമാണോ അല്ലെങ്കിൽ
കള്ളത്തിനാണ് ഞങ്ങൾ ഡോക്യുമെന്റ്, അതായത് എണ്ണ എടുക്കുന്നതിനെ പറ്റിയിട്ടാണോ? എണ്ണ എടുക്കുമ്പോൾ നമുക്ക് പ്രോപ്പർ ഡോക്യുമെന്റ്സ് കിട്ടും. എണ്ണ എടുത്തതിന് ശേഷമേ കിട്ടത്തുള്ളൂ. ഇപ്പൊ നമ്മൾ കടയിൽ പോയി ഒരു ജ്വല്ലറിയിൽ പോയിട്ട് ഗോൾഡ് വാങ്ങിച്ചതിന് ശേഷം പൈസ കൊടുത്തതിന് ശേഷമല്ലേ നമുക്ക് പേപ്പേഴ്സ് കിട്ടുന്നത്. അല്ല, നിങ്ങളുടെ കമ്പനി ഇപ്പൊ ഒരു ഷിപ്പ് ഒരു സ്ഥലത്തേക്ക് എണ്ണ എടുക്കാനായിട്ട് അയക്കുകയാണ്. അവിടെ പോയി എടുക്കുന്നത് പ്രോപ്പർ ആയിട്ടുള്ള വെയിലാണോ എന്ന് നമ്മൾ അറിയുമോ? നമ്മൾ അറിയും. കാരണം അതായത് അവർ തമ്മിലുള്ള ഡീലെല്ലാം നമ്മുടെ കപ്പലിലെ കപ്പലിലേക്ക് മെയിൽ വരും. അതായത് ഒരു ഷിപ്പ് വേറൊരു പാർട്ടി, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നൈജീരിയയിലെ ടെർമിനലിൽ എണ്ണ എടുക്കാൻ പോയ സമയം തൊട്ട് ഞങ്ങൾക്ക് വോയേജ് ഓർഡർ വന്ന് ഞങ്ങൾ കേപ്പ് ടൗണിലായിരുന്നപ്പോഴായിരുന്നു. 10 ദിവസം മുമ്പേ വോയേജ് ഓർഡർ വരും. വോയേജ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇവർ നമ്മളുടെ എഗ്രിമെന്റ് ആണ്. ഇന്ന പൈസയ്ക്ക് ഇന്ന ഷിപ്പിനെ ഇത്ര ദിവസത്തേക്ക് ഞങ്ങൾ ഹയറിന് എടുക്കുന്നു. ആ ഷിപ്പ് ലോഡ് ചെയ്യാൻ പോകുന്ന ഇന്ന സ്ഥലത്താണ്, ഇന്ന കാർഗോയാണ് അവർ എടുക്കാനായിട്ട് പോകുന്നത്. ആ കാർഗോ ഇത്ര ദിവസം കൊണ്ട് ഇവിടെ ഇന്ന സ്ഥലത്ത് എത്തിക്കണം. ആ സമയത്ത് റിസീവർ ആരാന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അങ്ങനെ പറഞ്ഞ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വരും. അതാണ് അതിന്റെ പ്രൊസീജിയേഴ്സ്. ഏതെങ്കിലും സമയത്ത് ഇവര് ഇപ്പൊ കമ്പനി ഇല്ലീഗലായിട്ടൊരു ട്രാൻസാക്ഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ഇല്ലീഗൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഷിപ്പിന്റെ സ്റ്റാഫ് അറിയാണ്ട് കമ്പനിക്ക് മാത്രമായിട്ട് നടത്താൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ ഒരു എണ്ണ കയറ്റി, ഇപ്പം ഞങ്ങളുടെ ഷിപ്പിൻ്റെ അകത്ത് എണ്ണ കയറ്റി കഴിഞ്ഞ ശേഷം ഞാനാണ് ഷിപ്പിൽ ക്യാപ്റ്റൻ എന്നിരിക്കട്ടെ. അപ്പോൾ അതിനുശേഷം ഞാൻ ചോദിക്കാൻ എൻ്റെ ഡോക്യുമെന്റ്സ് എവിടെയെന്ന്. ആ ഡോക്യുമെന്റ്സ് ഇല്ലാതെ നമുക്ക് എടുക്കാനായിട്ട് കഴിയില്ല. പിന്നെ അതിൻ്റെ പുറകിലിരിക്കുന്ന റിസ്ക്കും ഭയങ്കര വലുതാണ്. കാരണം ഞങ്ങൾ ഇന്ത്യൻ COC ഹോൾഡേഴ്സ് ആണ്. ഇന്ത്യൻ COC ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം എക്സാം കൊടുക്കുന്ന ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ഇന്ത്യയിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ ഒരിക്കലും വെറുതെ ഇതിനകത്ത് നമ്മൾ സസ്പെക്റ്റഡ് ആയി അവർ എന്തെങ്കിലും ഇതിനകത്ത് കണ്ടു ഞങ്ങളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. അതുപോലെ ജയിലിൽ കിടക്കേണ്ടി വരും ഇവിടെ നാട്ടിൽ വന്നാലും. പിന്നെ അതുപോലെ ഈ ബങ്കറിങ്, അതുപോലെ കള്ളത്തരങ്ങളൊക്കെ നടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പഴയ കപ്പലുകൾ, വളരെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പനികളിൽ, അതുപോലെ വേറെ പല ലോവർ ഗ്രേഡിലുള്ള COCകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകളെയാണ് ഇവരിതിന് വേണ്ടി കണ്ടുപിടിക്കുന്നത്. നടക്കുന്നില്ല, നല്ല ചെറിയ കപ്പലുകളാണ് നടക്കുന്നത്. അപ്പം ഞങ്ങൾ സെയിലിങ്ങിന് പോകുന്ന സമയത്ത് തന്നെ ഞങ്ങൾ നല്ല കമ്പനിയുടെ കൂടെ പോവുള്ളൂ, നല്ല ഷിപ്പിലെ ഞങ്ങൾ പോവുള്ളൂ, നല്ല ഓണേഴ്സിൻ്റെ കൂടെ ഞങ്ങൾ സെയിൽ ചെയ്യുള്ളൂ. അപ്പം ആ ഒരു ചോയ്സ് ഞങ്ങളാണ് മേക്ക് ചെയ്യുന്നത്. ശരിക്കും അങ്ങനത്തെ ഒരു ട്രാപ്പിൽ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആരും പോയി ചാടില്ല. പിന്നെ ഞങ്ങളുടെ കപ്പൽ പുതുപുത്തൻ കപ്പലായിരുന്നു. പക്ഷെ ഒരു വർഷം മാത്രം പഴക്കമുള്ള ഷിപ്പായിരുന്നു. ഒരിക്കലും ആ കപ്പലൊന്നും ഡാർക്ക് ആക്ടിവിറ്റിക്ക് യൂസ് ചെയ്യില്ല. ഷിപ്പ് ഇറങ്ങിയിട്ടുള്ളൂ. ആ ഷിപ്പ് ഇറങ്ങി ഓടി ഇപ്പം നമുക്കറിയാം ഡാർക്ക് ആക്ടിവിറ്റിക്ക് വേണ്ടി പല സ്ഥലങ്ങളിലും യൂസ് ചെയ്യുന്ന കപ്പലുകളൊക്കെ എന്ന് പറഞ്ഞാൽ സ്ക്രാപ്പ് യാർഡിൽ കൊണ്ട് കളയാൻ വേണ്ടിയുള്ള 30 വർഷം പഴക്കമുള്ള കപ്പലൊക്കെ ആയിരിക്കും. കാരണം അവർ ആ റിസ്ക് എടുക്കുന്ന സമയത്ത് കപ്പലും മുക്കുവാണെങ്കിൽ മുങ്ങിക്കോട്ടെ എന്നുള്ള രീതിയിലുള്ള റിസ്ക്കേ അവർ എടുക്കുള്ളൂ. അപ്പോൾ ആ ഒരു ചോയ്സ്, കാരണം ഞങ്ങൾക്കത് അറിയാം, ആ ആക്ടിവിറ്റിയുള്ള ഫ്ലീറ്റ് ഞങ്ങൾക്ക് അറിയാം. അവിടെ നിന്ന് ഞങ്ങൾ ഒരിക്കലും പോകാറില്ല. ഞങ്ങൾ ഇപ്പോൾ ഈ ജഡ്ജ്മെന്റിൽ വലിയൊരു പിഴ തന്നെ നിങ്ങളുടെ കമ്പനിക്ക് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ ഈ ജീവനക്കാർക്കും ഉണ്ട്. അതായത് 14 മില്യൺ 136 കോടി രൂപയാണ് ഗിനിയയ്ക്ക് ഫൈനായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നഷ്ടപരിഹാരമായിട്ടൊരു 4 മില്യൺ എല്ലാ ആളുകൾക്കും കൂടി $4 മില്യൺ അവർ ഫൈനായിട്ട് ഇട്ടിരിക്കുന്നത്. നാട്ടിൽ അനുഭവിക്കേണ്ടി വന്ന ഈ അപമാന ഭാരത്തിന് തുല്യമാകുമോ? അത് ഒരിക്കലും തുല്യമാവില്ല. അതൊരിക്കലും തുല്യമാവില്ല. ഞാൻ ഇപ്പോഴും ഒരു റിലേഷൻഷിപ്സിന് വാല്യൂ കൊടുക്കുന്ന ആളാണ്. ഇപ്പോൾ ഈ നമുക്ക് നഷ്ടപരിഹാരം ഒന്നും കിട്ടിയില്ലായിരുന്നെങ്കിലും അന്ന് നമ്മളെ ആളുകൾ തള്ളി പറയാതിരുന്നെങ്കിൽ, അന്ന് എൻ്റെ അമ്മേനെയും എൻ്റെ കുടുംബത്തെയും കരയിപ്പിക്കാതിരുന്നാണെങ്കിൽ അതായിരുന്നു നമുക്ക് വേണ്ടത്. ഒരു ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും നമ്മൾ പെട്ട് കഴിയുമ്പം സത്യം എന്താണെന്ന് അറിയാതെ നമുക്കെതിരെ കുറ്റം ആരോപിക്കാതെ നമ്മുടെ കൂടെ നിന്നായിരുന്നെങ്കിൽ, അത് കഴിഞ്ഞ് കുറ്റക്കാരനാണെന്ന് തെളിയിച്ച് കഴിഞ്ഞാൽ കല്ലെറിഞ്ഞ ഒരു കുഴപ്പമില്ല, കല്ലെറിഞ്ഞോ. പക്ഷെ കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് കല്ലെറിഞ്ഞ് കഴിയുമ്പം അതും നമ്മൾ പ്രിയപ്പെട്ടവരെന്ന് കരുതുന്നവരൊക്കെ അങ്ങനെ ചെയ്യുമ്പം അത് വളരെ വിഷമമുണ്ടാകും. എത്ര വർഷത്തിന് ഒരു ഇതുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്? 17 വർഷമായി. 17 years. അതിനിടയിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവമായി മാറി. ഒരിക്കലും മറക്കാനാവില്ല. ഒരിക്കലും എനിക്ക് മറക്കാനാവില്ല, കുടുംബത്തിന് മറക്കാനാവില്ല ഈ ഒരു സംഭവം. അപ്പം ഇനി എന്താണ് ഈ മറ്റുള്ളവരോട് പറയാനുള്ളത്? ഇപ്പം കുറ്റവിമുക്തനാണെന്ന് ഇപ്പം തെളിഞ്ഞു കഴിഞ്ഞു, കുറ്റം ചെയ്തിട്ടില്ല. അതെ. എന്താണ് ഇപ്പം മറ്റുള്ളവരോട് പറയാനുള്ളത്? കൂടെ നിന്നവരോട് നന്ദി. ഒത്തിരി ആളുകൾ കൂടെ ഉണ്ടായിരുന്നു. അവർ സമയം സ്പെൻഡ് ചെയ്ത് നമുക്ക് വേണ്ടി അവരുടെ വിശ്വാസം കണ്ടിന്യൂ ചെയ്തു. കൂടെയുണ്ട്. വല്ലപ്പോഴും ഫോൺ കിട്ടുമോ നമുക്ക് വിളിക്കുന്ന സമയത്ത് 100 മെസ്സേജുകൾ കാണും വാട്സപ്പിൽ. അപ്പം പലരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഐ എം പ്രേയിങ് ഫോർ യു എവറി ഡേ. ദൈവം കൂടെയുണ്ട്, പേടിക്കണ്ട. അപ്പം അത് കാണുമ്പം സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ടെന്ന് കാണുമ്പോൾ ഒരു സന്തോഷമായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ സിനിമ ഡയലോഗൊന്നും പറയാറില്ല, പക്ഷേ സത്യത്തിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെട്ടില്ല.
സത്യം വിജയിക്കും. ഈ കേസ് നടക്കുന്ന ഇടയിൽ പിന്നെ ജോലിക്ക് കയറാൻ പറ്റിയിട്ടുണ്ടോ? കാരണം ജോലിക്ക് പോയിട്ടുണ്ട്, കേസ് നടക്കുന്നതിനിടെ ജോലിക്ക് പോയിട്ടുണ്ട്. കാരണം കമ്പനിക്ക് ഈ ലോകത്തുള്ള എല്ലാ ഷിപ്പിംഗ് കമ്പനീസിനും അറിയായിരുന്നു വി വർ റൈറ്റ് എന്ന്. ഞാൻ അന്ന് പോയ കമ്പനിയല്ല, പിന്നെ ഞാൻ എൻ്റെ പഴയ കമ്പനിയിലേക്ക് ഞാൻ തിരിച്ചു പോയി. അപ്പോൾ അവർ 2 കൈ നീട്ടിയാണ് സ്വീകരിച്ചത്. അവർ 2 കൈ നീട്ടി സ്വീകരിച്ചു, അവർ പ്രൊമോട്ട് ചെയ്തു തന്നെ അവിടെ. കാരണം അവരെല്ലാം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും ഒരു കുറ്റം ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയില്ല എന്നുള്ളത് അത് അവർക്കറിയായിരുന്നു. കാരണം അവർ ഷിപ്പ് ഹാൻഡിൽ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവരെല്ലാം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. നിലവിൽ പഴയ കമ്പനിയിൽ തന്നെയാണ്? ഇപ്പം ഞാൻ വേറൊരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ചെന്നൈയിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ഷിപ്പിൽ പോകുന്നില്ല. കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ ചെന്നൈയിൽ ജോലി ചെയ്യുകയാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നതോട് എന്താ പറയാനുള്ളത്? ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ? ഇങ്ങനെ ഒരു സാഹചര്യം ഇത് എനിക്ക് തോന്നുന്നില്ല ഒരു വ്യാഴവട്ടക്കാലത്ത് ചിലപ്പോൾ ഒരിക്കൽ സംഭവിക്കുന്ന ഒരു സംഭവമായിരിക്കും. നൈജീരിയയിലേക്ക് പോകുന്ന ആളുകളോടൊക്കെ ഞാൻ ഒരു പ്രിക്കോഷനായിട്ട് പറയാറുണ്ട്. പിന്നെ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന കോടതി വിധി നമ്മുടെ അന്തർദേശീയ നമ്മുടെ ഒരു ഷിപ്പിംഗ് ഫീൽഡിൻ്റെ ഒരു വിക്ടറിയാണ്, ഒരു വിജയം. അതായത് ഏത് ക്യാപ്റ്റനും അയാളുടെ ഷിപ്പ് ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു നേവി വന്നു കഴിഞ്ഞാൽ ഈ കോടതി വിധി ഉറപ്പായിട്ടും ഇനി മുന്നോട്ട് പോകുന്ന കേസുകളിൽ ഈ കോടതി വിധി എന്തായാലും റെഫർ ചെയ്യും. പിന്നെ ഈ വന്നിരിക്കുന്ന വിധി എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട കമ്പനികളും ഒരുമാതിരിപ്പെട്ട രാജ്യങ്ങളും എല്ലാം ഇത് വായിക്കും. വെസ്റ്റ് ആഫ്രിക്കൻ വാട്ടേഴ്സ് ഞങ്ങൾ പോകുമ്പോൾ തന്നെ പേടിയോട് കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇതെന്ന് പറയുമ്പോൾ ഒരു ഷിപ്പിംഗ് ഇൻഡസ്ട്രിയുടെ ഒരു വിജയമാണ് ശരിക്കും ഈ കേസ്. ഷിപ്പിംഗ് ഇൻഡസ്ട്രിയുടെ വിജയം. ധൈര്യമായിട്ട് നമുക്ക് കപ്പൽ ഓടിക്കാം. അപ്പം നമ്മൾ ലോ ബുക്കിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രി ക്യാൻ ബി പീനലൈസ്ഡ്. ഒരു രാജ്യത്തിന് വരെയും പെനാൽറ്റി വരാമെന്ന് തെളിയിച്ചിട്ടുള്ളൊരു കേസാണിത്.